നമസ്കാരം. ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കുടിയേറ്റവും സെറ്റിൽമെൻറ്റ് സ്ഥാപിക്കലും ആക്രമണങ്ങളും നിയമവിരുദ്ധമാണെന്ന് രാജ്യാന്തര നീതിന്യായ കോടതി വീണ്ടും ആവർത്തിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നും ICJ പറഞ്ഞു. ഇതാദ്യമായിട്ടാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ ICJ തീർപ്പ് കൽപ്പിച്ചുള്ള ഒരു വിധി പ്രസ്താവം നടത്തുന്നത്. നേരത്തെ ഇസ്രായേൽ ആക്രമണങ്ങളെ ICJ ശക്തമായി അപലപിച്ചിരുന്നു. ഇസ്രായേൽ നടത്തുന്നത് പലതരത്തിലുള്ള കടന്നുകയറ്റങ്ങളാണെന്നും ഫലസ്തീൻ ജനതയെ കൊന്നൊടുക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല, ലോക ജനത ഇസ്രായേലിന് എതിരെ നിൽക്കണമെന്നും ഇസ്രായേലിനെ തിരുത്തണമെന്നും ICJ ആവശ്യപ്പെട്ടിരുന്നു. കിഴക്കൻ ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ നടത്തുന്ന കുടിയേറ്റങ്ങളും രാജ്യാന്തര നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതാണെന്ന് 15-അംഗ പാനലിൻ്റെ വിധി വായിച്ചുകൊണ്ട് അധ്യക്ഷൻ നവാഫ് സലാം പറഞ്ഞു. നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകി നിലവിലുള്ള എല്ലാ കുടിയേറ്റക്കാരെയും ഫലസ്തീനിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടത് ഇസ്രായേലിൻ്റെ ബാധ്യതയാണെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി പറഞ്ഞു. അതേസമയം കോടതിയുടെ കണ്ടെത്തലിനെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം എതിർത്തു. കോടതിയുടേത് ഏകപക്ഷീയമായ വിധിയാണെന്നും മേഖലയിൽ ഒത്തുതീർപ്പ് ചർച്ചകളിലൂടെ മാത്രമേ കുടിയേറ്റ വിഷയങ്ങൾ പരിഹരിക്കാൻ സാധിക്കൂ എന്നും ഇസ്രായേൽ ആവർത്തിച്ചു. ജൂതരാഷ്ട്രമായ ഇസ്രായേലിന് സ്വന്തം ഭൂമിയിൽ അധിനിവേശം നടത്താൻ സാധിക്കില്ല എന്നാണ് ICJ വിധിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രതികരണം. അതേസമയം മധ്യഗാസയിൽ ബോംബാക്രമണം തുടരുന്നതിനിടെ റഫയുടെ തെക്കൻ മേഖലയിലേക്കും ഇസ്രായേൽ സൈനിക നടപടികൾ വ്യാപിപ്പിച്ചു. 24 മണിക്കൂറിനിടെ ഗസയിൽ 81 പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. 200ഓളം പേർക്ക് പരിക്കേറ്റു. UN അഭയകേന്ദ്രങ്ങളായ 8 സ്കൂളുകളിൽ കഴിഞ്ഞ 10 ദിവസത്തിനിടെ ബോംബിട്ടതായി UN ഫലസ്തീൻ അഭയാർത്ഥി സംഘടന അറിയിച്ചു. 9 മാസം പിന്നിട്ട യുദ്ധത്തിൽ UNRWAയുടെ 70% സ്കൂളുകളും ഇസ്രായേൽ ബോംബിട്ട് തകർത്തു. 539 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഇതുവരെ ഗസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 38,794 ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. 89,364 പേർക്ക് പരിക്കേറ്റു. അതിനിടെ 13 ഫലസ്തീൻ തടവുകാരെ കൂടി ഇസ്രായേൽ മോചിപ്പിച്ചു. തടവിൽ ക്രൂരമർദ്ദനമാണ് നേരിടുന്നത് എന്ന് തടവുകാരുടെ സംഘടന പറഞ്ഞു. ലെബനനിലെ ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടർന്നാൽ ഇസ്രായേലിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന് ഹിസ്ബുല്ല നേതാവ് സയ്യിദ് ഹസൻ നസ്രുല്ല മുന്നറിയിപ്പ് നൽകി. ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രായേലിൽ നടത്തിയ കടന്നാക്രമണത്തിൽ ഹമാസ് യുദ്ധക്കുറ്റങ്ങളും ക്രൂരപീഡനങ്ങളും നടത്തിയെന്ന് അമേരിക്കൻ ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ആരോപിച്ചു. ആക്രമണം അതിജീവിച്ചവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട്. ഇസ്രായേലിൻ്റെ കഥകൾ അതേപടി റിപ്പോർട്ടാക്കുകയാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ചെയ്തത് എന്ന് ഹമാസ് കുറ്റപ്പെടുത്തി. കഴിഞ്ഞ മാസം UN പുറത്തുവിട്ട മറ്റൊരു റിപ്പോർട്ടിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും ഗാസ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഒട്ടേറെ ക്രൂരതകൾ കാട്ടിയതായി ആരോപിച്ചിരുന്നു. അതിനിടെ ഐക്യരാഷ്ട്ര സംഘടനാ രക്ഷാസമിതി യോഗത്തിനിടെ ഗസയിലെ ഇസ്രായേലി ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 2 പ്രതിഷേധക്കാർ പ്ലക്കാർഡുകളുമായി മുദ്രാവാക്യമുയർത്തി. റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു 2 യുവതികളുടെ പ്രതിഷേധം. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും ആരാധനാലയങ്ങളും വീടുകളും കേന്ദ്രീകരിച്ചുമുള്ള ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ലോകം ശക്തമായി തന്നെ അപലപിക്കുകയാണ്. സ്കൂളുകൾ UN അഭയാർത്ഥി കേന്ദ്രങ്ങളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ ആക്രമണം നടത്തുന്നത് പ്രതിഷേധാർഹമാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. എന്തു വന്നാലും വിട്ടുകൊടുക്കില്ല, ഹമാസിനെ തകർത്തേ അടങ്ങൂ എന്നുള്ള വാശിയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ഒരു ദാക്ഷിണ്യവുമില്ലാതെ നടത്തുന്ന ഈ ആക്രമണങ്ങളെ തീർച്ചയായിട്ടും തടയണമെന്നാവശ്യപ്പെട്ട് ലോകരാജ്യങ്ങൾ ഒന്നായി നിൽക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.